കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചതെവിടെ? കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചതെവിടെ? ഓപ്ഷൻ എ വെള്ളൂർ, ഓപ്ഷൻ ബി പുനലൂർ, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി കോഴിക്കോട്. കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചതെവിടെ? ഉത്തരം ഓപ്ഷൻ ബി പുനലൂർ. കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചതെവിടെ? ഉത്തരം ഓപ്ഷൻ ബി പുനലൂർ. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? ഓപ്ഷൻ എ എ ബി രക്തഗ്രൂപ്പ്, ഓപ്ഷൻ ബി ബി രക്തഗ്രൂപ്പ്, ഓപ്ഷൻ സി ഒ രക്തഗ്രൂപ്പ്, ഓപ്ഷൻ ഡി എ രക്തഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ സി ഒ രക്തഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ സി ഒ രക്തഗ്രൂപ്പ്. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീഭിത്തി ഏത്? ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീഭിത്തി ഏത്? ഓപ്ഷൻ എ പെരികാർഡിയം, ഓപ്ഷൻ ബി സി ആകൃതിയിലുള്ള തരുണാസ്ഥികൾ, ഓപ്ഷൻ സി ക്ലോമപിതാനം, ഓപ്ഷൻ ഡി ഡയഫ്രം. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീഭിത്തി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഡയഫ്രം. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീഭിത്തി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഡയഫ്രം. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ജീവകം എയും ബിയും, ഓപ്ഷൻ ബി ജീവകം ബിയും സിയും, ഓപ്ഷൻ സി ജീവകം എയും ഒയും, ഓപ്ഷൻ ഡി ജീവകം കെയും ഇയും. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ജീവകം ബിയും സിയും. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ജീവകം ബിയും സിയും. താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ എ മന്ത്, ഓപ്ഷൻ ബി ചിക്കൻ ബോക്സ്, ഓപ്ഷൻ സി പോളിയോ, ഓപ്ഷൻ ഡി ടൈഫോയിഡ്. താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ ഡി ടൈഫോയിഡ്. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കുക. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻ 1 അയോഡിൻ തൈറോയ്ഡ് ഗ്രന്ഥികളുടെ വളർച്ചയ്ക്ക്, ഓപ്ഷൻ 2 ഇരുമ്പ് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന്, ഓപ്ഷൻ 3 സോഡിയം എല്ലുകളുടെ രൂപീകരണത്തിന്, ഓപ്ഷൻ 4 കാൽസ്യം ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന്. എ 1ഉം 3ഉം ശരിയാണ്, ബി 1ഉം 2ഉം ശരിയാണ്, സി 3ഉം 4ഉം ശരിയാണ്, ഡി 1ഉം 4ഉം ശരിയാണ്. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കുക. അയോഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക്, ഇരുമ്പ് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന്, സോഡിയം എല്ലുകളുടെ രൂപീകരണത്തിന്, കാൽസ്യം ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന്. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. അയോഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക്, ഇരുമ്പ് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന്. മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏത്? മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏത്? ഓപ്ഷൻ എ അനോഫിലിസ്, ഓപ്ഷൻ ബി ഈഡീസ്, ഓപ്ഷൻ സി ക്യൂലെക്സ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏത്? ഉത്തരം ഓപ്ഷൻ എ അനോഫിലിസ്. മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏത്? ഉത്തരം ഓപ്ഷൻ എ അനോഫിലിസ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ. ഓപ്ഷൻ എ അഡ്രിനാലിൻ, ഓപ്ഷൻ ബി ഇൻസുലിൻ, ഓപ്ഷൻ സി ഗ്ലൂക്കോഗോൺ, ഓപ്ഷൻ ഡി തൈറോക്സിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ. ഉത്തരം ഓപ്ഷൻ ബി ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ. ഓപ്ഷൻ ബി ഇൻസുലിൻ. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? ഓപ്ഷൻ എ സുകൃതം, ഓപ്ഷൻ ബി ആശ്വാസകിരണം, ഓപ്ഷൻ സി മൃതസഞ്ജീവിനി, ഓപ്ഷൻ ഡി സാന്ത്വനം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി മൃതസഞ്ജീവിനി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? ഓപ്ഷൻ സി മൃതസഞ്ജീവിനി. കൊഴുപ്പ് അടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗമാണ്. കൊഴുപ്പ് അടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗമാണ്. ഓപ്ഷൻ എ അമിത രക്തസമ്മർദ്ദം, ഓപ്ഷൻ ബി പ്രമേഹം, ഓപ്ഷൻ സി ഹെപ്പറ്റൈറ്റിസ്, ഓപ്ഷൻ ഡി ഗ്ലൂക്കോമ. കൊഴുപ്പ് അടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗമാണ്. ഓപ്ഷൻ എ അമിത രക്തസമ്മർദ്ദം. കൊഴുപ്പ് അടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗമാണ്. ഓപ്ഷൻ എ അമിത രക്തസമ്മർദ്ദം. കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ എയ്ഡ്സ്,
ഓപ്ഷൻ ബി പ്രമേഹം, ഓപ്ഷൻ സി ക്ഷയം, ഓപ്ഷൻ ഡി കുഷ്ഠരോഗം. കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി കുഷ്ഠരോഗം. കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി കുഷ്ഠരോഗം. ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഓപ്ഷൻ എ ബ്രിട്ടീഷുകാർ, ഓപ്ഷൻ ബി ഫ്രഞ്ചുകാർ, ഓപ്ഷൻ സി ഡച്ചുകാർ, ഓപ്ഷൻ ഡി പോർച്ചുഗീസുകാർ. ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ സി ഡച്ചുകാർ. ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ സി ഡച്ചുകാർ. ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സൺ യാറ്റ് സെൻ, ഓപ്ഷൻ ബി ചിയാങ് കൈഷെക്, ഓപ്ഷൻ സി യുയാൻ ഷിക്കായ്, ഓപ്ഷൻ ഡി മാവോ സേതുങ്. ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി മാവോ സേതുങ്. ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി മാവോ സേതുങ്. വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി ബ്രിട്ടൻ, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി ഫ്രാൻസ്. വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി ബ്രിട്ടൻ, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി ഫ്രാൻസ്. ഉത്തരം ഓപ്ഷൻ ബി ബ്രിട്ടൻ. വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ബ്രിട്ടൻ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? ഓപ്ഷൻ എ ഒന്നാം വട്ടമേശ സമ്മേളനം, ഓപ്ഷൻ ബി രണ്ടാം വട്ടമേശ സമ്മേളനം, ഓപ്ഷൻ സി മൂന്നാം വട്ടമേശ സമ്മേളനം, ഓപ്ഷൻ ഡി ഒന്നാം വട്ടമേശ സമ്മേളനവും മൂന്നാം വട്ടമേശ സമ്മേളനവും. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി രണ്ടാം വട്ടമേശ സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? ഓപ്ഷൻ ബി രണ്ടാം വട്ടമേശ സമ്മേളനം. മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? ഓപ്ഷൻ എ ഫ്രാൻസ്, ഓപ്ഷൻ ബി അർജന്റീന, ഓപ്ഷൻ സി ബ്രസീൽ, ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട്. മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? ഉത്തരം ഓപ്ഷൻ സി ബ്രസീൽ. മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? ഓപ്ഷൻ സി ബ്രസീൽ. മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? ഓപ്ഷൻ സി ബ്രസീൽ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ശിലകളെക്കുറിച്ചുള്ള പഠനം പെഡ്രോളജി എന്നറിയപ്പെടുന്നു. 2. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. 3. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. 4. സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. 1. ശിലകളെക്കുറിച്ചുള്ള പഠനം പെഡ്രോളജി എന്നറിയപ്പെടുന്നു. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. ഓപ്ഷൻ എ 1, 2, 3 എന്നിവ, ഓപ്ഷൻ ബി 1, 2, 4 എന്നിവ, ഓപ്ഷൻ സി 2, 3, 4 എന്നിവ, ഓപ്ഷൻ ഡി 1, 3, 4 എന്നിവ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി 2, 3, 4 എന്നിവ. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ 1. മാർബിൾ ഒരു ആഗ്നേയ ശിലയാണ്. 2. ഇന്ത്യയിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് അതാത് സംസ്ഥാനങ്ങളാണ്. 3. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. 4. കൊൽക്കത്ത നഗരം ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവ, ഓപ്ഷൻ ബി 1, 3, 4 എന്നിവ, ഓപ്ഷൻ സി 2, 3, 4 എന്നിവ, ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ. 1. മാർബിൾ ഒരു തരം ആഗ്നേയശിലയാണ്. 2. ഇന്ത്യൻ ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് അതാത് സംസ്ഥാനങ്ങളാണ്. 3. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. മാർബിൾ ഒരു തരം ആഗ്നേയശിലയാണ്. 2. ഇന്ത്യയിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് അതാത് സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം ഏത്? കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം ഏത്? കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം ഏത്? എ. കോറിയോലിസ് ബലം, ബി. വേലി ബലം, സി. ഘർഷണ ബലം, ഡി. മർദ്ദ വ്യത്യാസം കാരണം ഉണ്ടാകുന്ന ബലം. കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം.
ഉത്തരം ഓപ്ഷൻ ബി വേലിബലം. കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി വേലിബലം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. റായ്പൂർ ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ്. 2. പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. 3. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. 4. കേരളത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ 37% പ്രദേശം വനങ്ങളാണ്. ഓപ്ഷൻ എ 1, 3 എന്നിവ. ഓപ്ഷൻ ബി 1, 2 എന്നിവ. ഓപ്ഷൻ സി 2, 4 എന്നിവ. ഓപ്ഷൻ ഡി 1, 4 എന്നിവ. ഉത്തരം ഓപ്ഷൻ ഡി 1, 4 എന്നിവ. റായ്പൂർ ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ്. കേരളത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ 37% പ്രദേശം വനങ്ങളാണ്. സ്ലിം മിഷൻ ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ്? സ്ലിം മിഷൻ ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ്? എ ചൈന, ബി ജപ്പാൻ, സി റഷ്യ, ഡി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. സ്ലിം മിഷൻ ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ്? എ ചൈന, ബി ജപ്പാൻ, സി റഷ്യ, ഡി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഉത്തരം ഓപ്ഷൻ ബി ജപ്പാൻ. സ്ലിം മിഷൻ ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ്? ഓപ്ഷൻ ബി ജപ്പാൻ. സ്ലിം മിഷൻ ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ്? ഓപ്ഷൻ ബി ജപ്പാൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി. ഓപ്ഷൻ എ കെ എൻ രാജ്. ഓപ്ഷൻ ബി അമർത്യ സെൻ. ഓപ്ഷൻ സി VKR റാവു. ഓപ്ഷൻ ഡി കുഞ്ഞാമൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി. ഉത്തരം ഓപ്ഷൻ എ കെ എൻ രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി. ഉത്തരം ഓപ്ഷൻ എ കെ എൻ രാജ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവയെ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവയെ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം. ഓപ്ഷൻ എ ഗ്രാമീണ ബാങ്ക്. ഓപ്ഷൻ ബി സ്വയം സഹായ സംഘം. ഓപ്ഷൻ സി നബാർഡ്. ഓപ്ഷൻ ഡി കുടുംബശ്രീ. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവയെ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം. ഓപ്ഷൻ സി നബാർഡ്. ഓപ്ഷൻ സി നബാർഡ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം. ഓപ്ഷൻ സി നബാർഡ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി. ഉത്തരം ഓപ്ഷൻ സി 5. ഉത്തരം ഓപ്ഷൻ സി 5. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി. ഉത്തരം സി 5. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ. ഓപ്ഷൻ എ സുമൻ ബറി. ഓപ്ഷൻ ബി നരേന്ദ്രമോദി. ഓപ്ഷൻ സി അരവിന്ദ് പനഗരിയ. ഓപ്ഷൻ ഡി ഇവരൊന്നുമല്ല. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ. ഉത്തരം ഓപ്ഷൻ എ സുമൻ ബറി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ. ഓപ്ഷൻ എ സുമൻ ബറി. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ.